ഇന്ന് ഞാൻ പതിവിൽ നേരത്തെ എഴുന്നേറ്റ് അടുപ്പിൽ തീ പിടിപ്പിച്ച് അരിയൊക്കെ ഇട്ടു. വലിയ കാലത്തിലാണ്, കൂടുതൽ ആളുകളുണ്ട് എന്നാണ് അതിനർത്ഥം. അതിനുശേഷം കോഴിക്ക് തീറ്റയൊക്കെ കൊടുത്തു. നേരത്തെ തന്നെ ഈ പയറൊക്കെ നേരത്തെ ഒരുക്കി വെച്ചിരുന്നതാണ് കേട്ടോ. ഞാൻ കിട്ടുമ്പം അത് കുറച്ച് കിട്ടുന്നത് അതൊക്കെ ഒടിച്ച് മുറിച്ചൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അങ്ങ് സെറ്റാക്കി വെച്ചാൽ നമുക്ക് പിന്നെ രാവിലെ കറി വെക്കാനായിട്ട് എളുപ്പമാണല്ലോ. അങ്ങനെയാണ്. പിന്നെ കുറച്ച് 2 തരത്തിലുള്ള പയറാണ് കിട്ടിയത്, നീളൻ പയറും പൊടിച്ച് വെക്കുന്ന പയറും എല്ലാം. അപ്പോൾ അതെല്ലാം വേറെയൊക്കെ ആക്കി സെറ്റാക്കി വേവിച്ചും അരിഞ്ഞും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. യാത്ര പോകുമ്പോൾ പൊതിച്ചോറില്ലാതെ എങ്ങനെയാണ് പോവുക? അതൊരു പ്രത്യേക സുഖമല്ലേ? വാഴയിലയിൽ കുറച്ച് ചോറൊക്കെ കെട്ടി കൊണ്ടുപോയി അവിടെ ഇരുന്ന് കഴിക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പം ഞങ്ങൾ യാത്ര എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കണ്ണൂർ ജില്ലയിലെ തന്നെ ഞങ്ങളുടെ സമീപ സ്ഥലമായ വൈതൽ മല അല്ലെങ്കിൽ വൈതൽ മല എന്നൊക്കെ പറയുന്ന ഒരു മലയുണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് 1 മണിക്കൂറൊക്കെ യാത്രയേ ഉള്ളൂ. അവിടെ ഞാൻ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3-ാം തവണ പോകുന്നതാണ്. അപ്പോൾ എൻ്റെ പൊതിച്ചോറ് ഒരുക്കുന്നതും അതുപോലെ ഞങ്ങളുടെ തുടർന്നുള്ള യാത്രയും കാണുന്നതിനായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഞങ്ങൾ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഇനിയുള്ള കാഴ്ചകളൊന്നും മുടക്കരുത്, മുഴുവൻ കാഴ്ചകളും കാണുക.
ഞാനിവിടെ നിൽക്കുന്നതിൻ്റെ ആ പുറകിലെ കാട് കാണുന്നുണ്ടോ, ആ കാടിൻ്റെ സൈഡ് വഴി ഇതിലെ അങ്ങ് കയറി പോകുമ്പോൾ ഒരു നിരന്ന് കിടക്കുന്ന കണ്ടോ മല, ഇത് അവിടെ ഒരു 5 കിലോമീറ്റർ നടക്കാനുണ്ടെന്നാണ് അതിലെ കൂടെ. നമ്മൾ ആ കയറ്റം കയറി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ചെരിഞ്ഞ് ആ മലയിലോട്ട് കയറിയാൽ നെടുനീളം നടക്കാനുണ്ട്. നല്ല രസമായിരുന്നു അവിടെ. ഇപ്പം അവിടേക്ക് കടത്തി വിടുന്നില്ല, അവിടെ ആന ഇറങ്ങുന്നത് കൊണ്ട് അതിൻ്റെ പകുതി വഴി അടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. പിന്നെ ഇടയ്ക്കൊന്ന് കയറി വരുന്ന ആളുകളുണ്ട്. കാപ്പിമല പോലെയുള്ള സ്ഥലത്ത് നിന്ന് കയറി വരുന്ന ഒരു ഇടമുണ്ട്. അവിടുന്ന് 2 കിലോമീറ്റർ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് പറഞ്ഞു, പുറകോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ അത് മനോഹരമായൊരു കാഴ്ചയായിരുന്നു. പക്ഷെ അതിപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ കാട് കയറി ഇറങ്ങി നല്ല സന്തോഷമായിട്ട് തിരിച്ചെത്തി കേട്ടോ. മഴക്കോളൊക്കെ വന്നെങ്കിലും മഴ പെയ്തില്ല. മഞ്ഞും മഴക്കോളും ഒക്കെ വന്നിട്ട് അങ്ങ് പോയി. 5 മണിക്ക് ഉള്ളിൽ കാട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിരിക്കണം. 5 മണി കഴിഞ്ഞ് പിന്നെ അവിടെ ആരെയും നിർത്തത്തില്ല. 3 മണിക്ക് ശേഷം ആരെയും കയറ്റി വിടത്തുമില്ല. അപ്പോൾ ഞങ്ങളെ ഇറക്കി കൊണ്ടുപോരുകയാണ് ചെയ്യുന്നത് ഇവിടെയുള്ള ജോലിക്കാർ കേട്ടോ. അവസാന ഘട്ടത്തിൽ ഞാനായിരുന്നു. നമ്മളവിടെ നിന്ന് ഇറങ്ങാതെ അവർ പോയില്ല. ഞാൻ പറഞ്ഞു മുന്നേ കടന്നു പോയിക്കുമെന്ന്. അവർക്ക് പോകാൻ പറ്റില്ല, നമ്മൾ ഇറങ്ങിയ ശേഷം മാത്രമേ അവർക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും ഹാപ്പിയായിട്ട് എല്ലാം തിരിച്ചെത്തി. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. പോരാത്തതിന് നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ ലൈക്കുകൾ ഒക്കെ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ഷെയർ ചെയ്ത് ഇത് കണ്ടിട്ടില്ലാത്തവർക്കും കൂടി കൊടുക്കാനായിട്ടും മറക്കണ്ട. അപ്പം ഞങ്ങളുടെ മനോഹരമായ യാത്രയും കാഴ്ചകളും ഒക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു. പൈതൽമല ഉള്ളവരും കണ്ടിട്ടുള്ളവരുമായ ആളുകൾ എന്തായാലും സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ ബാക്കി നിങ്ങളെല്ലാവരും കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയും ഞാൻ മറ്റൊരു വീഡിയോയുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ബൈ ബൈ, ടാറ്റാ.